എന്നിട്ട് എവിടെ പോയെന്ന് നിന്നോട് പറഞ്ഞില്ലേ? അത് തന്നെയല്ലേ ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. എവിടെയാ പോയെന്ന് എന്നോട് പറഞ്ഞില്ലെന്ന്. ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ചോറും കൊണ്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് ലില്ലി ഇരിക്കും, എന്നെ കൊണ്ട് തീറ്റിക്കണം. അപ്പൊ ഏട്ടനാണെങ്കിൽ അതൊക്കെ നീ ഇരിക്കണ്ട, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പുന്ന നീട്ടി. എന്നിട്ട് എന്നെ ഇരുത്തി ചോറ് വിളമ്പിട്ട് അവരും അവിടെ ഇരുന്ന്. അവരുടെ ചോറ് വിളമ്പി വെച്ചപ്പോഴത്തേക്ക് ഒരു ഫോൺ വന്നിട്ട് അവരങ്ങോട്ട് എഴുന്നേറ്റ് പോയി. അപ്പൊ കനകാന്നൊരു വിളി പിടിച്ചിട്ട് പിന്നെ കാണുന്നത് കാറിൽ കയറി പോണത്. അന്നെ ഒന്ന് പറയണ്ടേ എന്നോട് എവിടെയാ പോണെന്ന്? വരട്ടെ, ഞാൻ എന്നെ ഇവിടെ ഭക്ഷണം വെക്കാനും വിളമ്പി കൊടുക്കാനും മാത്രമുള്ള ഒരാളാ. അല്ല വരട്ടെ, ചോദിക്കാം. പോകാൻ പോക്കടയില്ലല്ലോ. അങ്ങനെയൊന്ന് നീ എഴുതാപ്പുറം ഒന്നും വായിക്കേണ്ട. അവൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇനി എന്താണെന്ന് അവൻ വന്നിട്ട് ചോദിച്ചിട്ട് അറിയാം. ചേച്ചി എനിക്ക് ഭയങ്കര സംശയമുണ്ട്. അച്ചാച്ചൻ പറഞ്ഞ സത്യമാണ്. ഇവർ പണ്ട് പഠിച്ച ഫ്രണ്ട്സ് ഒന്നും അല്ലേ ചേച്ചി? ഇവർ അന്നേ കാമുകന്മാര്. നിന്റെ അച്ചാച്ചൻ ഇപ്പൊ പറഞ്ഞത് 2 മിനിറ്റ് കഴിഞ്ഞ് ചോദിച്ചാൽ ഓർമ്മയില്ലാത്തവനാണ് അവൻ. ചിരിച്ച് സമാധാനത്തിൽ എനിക്ക് ചെയ്യാൻ വരത്തില്ല. കണ്ടവരറിയിക്കലടി. എവിടെ പോയടാ നീ? എവിടെ പോയിരിക്കായിരുന്നു? വീണയുടെ അച്ഛനെ ഇത് ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു. അപ്പം അതിനോട് ബാംഗ്ലൂരിൽ നിന്ന് വന്നത്. പെട്ടെന്ന് എന്തോ സുഖമില്ലായ്മ വന്നു. അതുകൊണ്ട് ഇറങ്ങി പോയത്. അവിടെ പറഞ്ഞിട്ട് പോയിരുന്നില്ലേ? തിരക്കിട്ട് വിളിക്കല്ലായിരുന്നേടി. തങ്കത്തിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ എനിക്ക് ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് പഠിച്ചിരിച്ച് നമ്മളെ സ്കൂളിലെ ലീഡർ വിനീതേട്ടല്ലേ പൊക്കോള അനിയത്തി. ഒരു വിധു ഉണ്ടായിരുന്നു ഇവരുടെ ഒരു ടിൻ ബ്രദർ. പുള്ളി മരിച്ചില്ലേ ആക്സിഡന്റില്? ആടി നമുക്കറിയാവുന്നതാ. ഈ അച്ഛൻ എപ്പോഴും എന്നെ കാണുമ്പോ, അച്ഛനല്ല ഇവർക്ക് എല്ലാവരും ഞാൻ അതുപോലെ വിധുവിനെ പോലെ എന്നാ പറയണേ. ഞാൻ ശരിക്കും പറയാൻ വിട്ടുപോയി. സത്യം പറഞ്ഞാൽ ഇവനെ കണ്ട സന്തോഷത്തിൽ ഞാൻ അച്ഛനെ കാണാൻ വന്ന കാര്യം പോലും ഞാൻ മറന്നുപോയി. അച്ഛനെ കണ്ടിട്ടാണ് ഞാൻ വന്നത്, എന്നാൽ പോലും അതുകൊണ്ടാണ് പറയാൻ വിട്ടുപോയത്. ഞാൻ ബാംഗ്ലൂർ സെറ്റിൽഡാണ്. എൻ്റെ ഫാമിലിയൊക്കെ അവിടെയാണ്. അപ്പോൾ അച്ഛന് വയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്നിട്ട് പോയതാണ് ലീവിൽ. കുഞ്ഞുങ്ങളൊക്കെ അവിടെയാണേ, നാളെ എനിക്ക് പോവുകയും വേണം. അപ്പം അച്ഛനെ അന്നേരം ഫോൺ വിളിച്ചപ്പോൾ അച്ഛൻ ഇവനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞങ്ങൾക്കെല്ലാം സത്യം പറഞ്ഞാൽ പണ്ടേ ഞങ്ങളുടെ ബ്രദറിനെ പോലെയാണ് ഇവൻ. അപ്പം അച്ഛനും ഭയങ്കര സന്തോഷമാണ് ഇവനെ കാണുമ്പോൾ. അതുകൊണ്ടാണ് സാരമില്ല, പോട്ടെ. അപ്പൊ എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം. കാണാൻ കേട്ടോ, ഇനിയും കാണാം. ഓക്കെ, ശരി ശരി ശരി. നോക്കി ഞാൻ അപ്പോഴേ ചേച്ചിയോട് പറഞ്ഞില്ലേ അവരെന്തേലും അത്യാവശ്യത്തിന് പോയതായിരിക്കുമെന്ന്. ചേച്ചി എന്തിനാ വെറുതെ ചേച്ചിയുടെ ആങ്ങളെന്നെ സംശയിക്കുന്നത്? മോശമല്ലേ ചേച്ചി അത്? ഇവര് തമ്മിൽ അല്ലാതെ ഇതിനൊരു പരിഹാരം ഞാൻ കാണും. ആണോ? ഞാൻ ഈ വണ്ടിയെ അവരെ ചേസ് ചെയ്തു. അവര് രണ്ടുകൂടെ ഒരു ഹോസ്പിറ്റലിലോട്ട് കയറി പോകുന്ന ഞാൻ വ്യക്തമായിട്ട് കണ്ടതാണ്. ഹോസ്പിറ്റലിലോ? ഇവിടെ കാണിച്ച കുൽസിത പ്രവൃത്തികളും അവരുടെ ഹോസ്പിറ്റലിലേക്കുള്ള പോക്കുകൂടെ കൂട്ടി വായിക്കുമ്പം പ്രശ്നമാണ്. വിവാഹമോചനം. കറക്റ്റ്. കഷ്ടം. അല്ലാതെ സുഖല്ലേ? സുഖം വേണോ? താക്കോല് വണ്ടിയിലുണ്ട്.